ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഒരുപാട് വൈകിട്ടാട്ടോ ഒന്ന് എണീറ്റത്. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഒന്ന് ഉച്ചയ്ക്ക് അവിയലും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കുഞ്ഞിൻ്റെ കുറുക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവനിപ്പോൾ അവിടെ കളിക്കുകയാണ്, അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ട്. ആപ്പിൾ റാഗി കുറുക്കാണ് ഉണ്ടാക്കിയത്. അവനവിടെ ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുകയാണ്. ടോയ്സ് കിട്ടിയാൽ കുറേ നേരം അങ്ങനെ കിടന്നോളും. പിന്നെ ബോറടിക്കുമ്പോൾ പൂക്കലും ഒക്കെ തുടങ്ങും. ഇപ്പം ഇന്ന് വൈകി എണീറ്റുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അവൻ്റെ ഫീഡിങ് ടൈമായി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പിന്നെയും കളിക്കാൻ തുടങ്ങി കേട്ടോ. അവനൊരു കാമായിട്ടുള്ള കുട്ടിയാണ്, അപ്പോൾ കുറച്ച് നേരം അവനങ്ങനെ കിടന്നോളും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി കേട്ടോ. അപ്പോഴേക്കും അവന് ബോറടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് കുറച്ച് പാലൊക്കെ കുടിച്ചിട്ട് നല്ലൊരു നാപ്പ് എടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് കുറേ നേരം ഉറങ്ങി. ആ സമയത്ത് ഞാൻ ലഞ്ച് കഴിച്ചു. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഇന്ന് ചോറും അവിയലും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ജേർണൽ എഴുതാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. നിങ്ങൾക്ക് എത്ര പേർക്ക് ജേർണലിങ് ചെയ്യണ ശീലമുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ യൂട്യൂബ് ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ആർട്ട് ചെയ്യാനുണ്ടായിരുന്നു കൃഷ്ണൻ്റെ, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മിസ്റ്റർ ഹസ്ബൻഡ് കഞ്ഞി കുടിക്കാൻ എത്തിയിട്ടുണ്ട്. പുള്ളി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അപ്പോഴെ തന്നെ പോയിട്ടോ. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ടൈമാണ്. അവനവിടെ കളിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നേരം കളിച്ചു കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി. എടക്കരയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.